Hello guys, welcome back. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Vivo Y20 ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്ക് വേരിയന്റ് ആണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. ഇതിന്റെ വൈറ്റ് വേരിയന്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. 4GB റാമും 64GB ഇന്റർണൽ സ്റ്റോറേജും ഉള്ള ഒരു വേരിയന്റ് ആണിത്. ഏകദേശം 12,990 ആണ് ഇതിന്റെ ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നെല്ലാം വാങ്ങിക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാം. 2020 ഓഗസ്റ്റ് 28-നാണ് Vivo Y20 ഇന്ത്യയിൽ ഒഫീഷ്യലായി ലോഞ്ച് ആയിട്ടുള്ളത്. ബോക്സിന് പുറത്ത് നമുക്ക് കാണാം Vivo എന്നുള്ള ബ്രാൻഡിംഗ് ആണ് ഏറ്റവും മുകളിൽ. പിന്നെ Y20 എന്ന മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വേരിയൻറ്റ് 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഒരു വേരിയൻ്റ് ആണ്. ഫോണിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊരു 18 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അറൗണ്ട് 16,990 ആണ്. ഓൺലൈനിൽ ഈ ഫോൺ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് 12,990 ആണ്. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് ഈ ഒരു ഫോൺ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ബോക്സാണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു കേസാണ്. ഫോണിന് ഉപയോഗിക്കാനായിട്ട് ഒരു കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു നല്ല കേസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കേസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള കേസ് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു കേസാണ് ആദ്യം വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഡിവൈസിനെ കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ നമുക്കിതിൽ കിട്ടുന്നത് അഡാപ്റ്ററാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററാണിത്. അതോടൊപ്പം തന്നെ നമുക്ക് 5000 mAh ബാറ്ററിയാണ് ഇത് ഫോണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നോൺ റിമൂവബിൾ ബാറ്ററിയാണ്, നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതിൽ ഒരു USB കേബിളാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് നോർമൽ USB കേബിളാണ്, Type-C കേബിൾ അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത് ഈ ഒരു പവർ അഡാപ്റ്റർ, പിന്നെ USB കേബിൾ, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ്, ഒരു പൗച്ച്, പിന്നെ ഡിവൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഡിവൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഡിമെൻഷൻ വരുന്നത് 164.4 ആണ് ഈ എൻഡിൽ, 76.3 ഈ എൻഡിൽ, പിന്നെ ഇവിടെ വരുന്നത് 8.4 mm ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 192 gram ആണ്. വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല ഇത്. 2020 ഓഗസ്റ്റ് 26-നാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. 6.51 inches ആണ് ഇതിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേ വരുന്നത്. സ്ക്രീൻ റെസൊല്യൂഷൻ 720 പിക്സലാണ് നമുക്ക് കിട്ടുക. 4GB ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻ്റ് ആണ് നമ്മുടെ കൈവശമുള്ളത്. ഇത് പ്രവർത്തിക്കുന്നത് Android 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. പിന്നെ ഇതിൻ്റെ പ്രധാന സവിശേഷത 5000 mAh ഒരു വലിയ ബാറ്ററി നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഫോണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകളിൽ ഒന്നാണിത്, Vivo Y20. അപ്പോൾ ഫോൺ ഓണായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷൻ കൂടെ ഒന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഈ എഡ്ജിലാണ്. ഇവിടെ നമുക്ക് പവർ ബട്ടണ് അറ്റ് ദ സെയിം ടൈം ഫിംഗർ പ്രിൻറ്റ് സെൻസറും കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ വോളിയം കൺട്രോൾ ബട്ടണാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്നത് സിം ട്രേ ആണ് ഇവിടെ വരുന്നത്. മെമ്മറി കാർഡ് സ്ലോട്ടും അതിനുള്ളിൽ തന്നെയാണ്. പിന്നെ നമുക്ക് ബോട്ടം സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പീക്കർ ഉണ്ട്, പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ വരുന്നത് മൈക്കാണ്, പിന്നെ 3.5 mm ഓഡിയോ ജാക്കും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഓവറോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഗാർഡ് ഓൾറെഡി അവർ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനത്തോടു കൂടിയാണ് ഈ ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഇതാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിൽ ഓൾറെഡി റിമൈനിങ് ആയിട്ടുള്ളത് 49.41 GB റിമൈനിങ് ഉണ്ട്. ബാക്കി ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. റാം വരുന്നത് 4GB ആണ്. പിന്നെ ഇതിൽ നമുക്ക് OTG സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിൽ ഗെയിം കളിക്കുന്നവർക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഡിവൈസാണിത്. അൾട്രാ ഗെയിം മോഡ് എന്ന് പറഞ്ഞിട്ട് ഗെയിമേഴ്സിനായിട്ടൊരു മോഡ് ഇതിലുണ്ട്. ഈ സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ മോഡുണ്ട്. അപ്പോൾ ഈ ഒരു മോഡിൽ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന സമയത്ത് കോൾസും അതേപോലെ മെസ്സേജസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോയാണ് വരിക. അപ്പോൾ ഗെയിമിന് യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്ന് നോക്കാം. Android 10 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് 10.5 ആണ് ഇതിൻ്റെ
ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OS തന്നെയാണ് ഈ ഫോണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൽ എങ്ങനെയാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ ഏത് ഫിംഗറാണോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഫിംഗർ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫിംഗർ വെക്കുന്ന സമയത്ത് ഫിംഗറിൻ്റെ എല്ലാ വശവും ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫിംഗർ ഇതിൽ സക്സസ്ഫുള്ളായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഒന്ന് ലോക്ക് ചെയ്തുകൊണ്ട് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റൊരു ഫിംഗർ ഉപയോഗിച്ചൊന്ന് അൺലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിന് പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫിംഗർ വെച്ചിട്ടൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. സോ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു അൺലോക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മളിത് ലോക്കൊന്നും വെക്കാതെ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്ത് അൺലോക്ക് ചെയ്യുന്ന പോലെയുള്ളൊരു ഫീലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ലോക്ക് ചെയ്തൊരു ഫീല് നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസർ സൈഡിലായതുകൊണ്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ മറ്റൊരു ഫിംഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഉണ്ടല്ലേ, നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. സോ ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഫോൺ കയ്യിൽ എടുത്തുകൊണ്ട് ഇങ്ങനെയാണ് അൺലോക്ക് ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്ര ഫിംഗേഴ്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരുപക്ഷെ ഫ്രണ്ടിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വെക്കുന്നതിനേക്കാളും ഏറ്റവും ഉചിതം ഈ ഒരു സൈഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഇത് ഇതേപോലെ ഓണായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇതാണ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഓൾസോ ഇത് തന്നെയാണ് ഇതിൻ്റെ പവർ ബട്ടണും. ഇത് തന്നെയാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ബട്ടൺ തന്നെയാണ് നമ്മൾ ലോങ് പ്രസ് ചെയ്യേണ്ടത്. ഫോണിൻ്റെ ഈ വശത്തായിട്ട് നമുക്ക് വിവോയുടെ ഒരു ഡിസൈൻ കാണാം. പിന്നെ വരുന്നത് ഒരു ഗ്ലാസ് ഡിസൈനാണ്, വളരെ ഷൈനി ആയിട്ടുള്ള ഡിസൈനാണ്. ഇതിൻ്റെ ബ്ലാക്ക് വേർഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. വൈറ്റ് വേർഷനിലും ഈ ഒരു ഡിവൈസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. 3 ക്യാമറയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 13 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. അതോടൊപ്പം തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പം 8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Vivo Y20യുടെ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ സൂം ചെയ്യാനായിട്ട് സാധിക്കും വിഷ്വൽസ്. അപ്പോൾ നമുക്കൊന്ന് അല്പം ഒന്ന് സൂം ചെയ്ത് നോക്കാം. അപ്പോൾ സൂം ചെയ്യുമ്പോഴുള്ള ഒരു ക്ലാരിറ്റി ഇതാണ്. അപ്പം നമ്മൾ മാക്സിമം സൂം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി പെർഫോമൻസ്. ഗൈസ്, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്നുള്ള വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 8 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുമ്പം 5000 mAh വലിയ ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററിയാണ്, നോൺ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 18 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ 69 മിനിറ്റ്സിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ പവർ സേവിങ് ടെക്നോളജിക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഏകദേശം 16 മണിക്കൂറോളം നമുക്ക് മൂവി ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കലും നമ്മൾ ഫുള്ളായിട്ട് ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം 11 മണിക്കൂറോളം ഗെയിം പ്ലേ ചെയ്യുന്നതിനും ഈ ഒരു 1 ടൈം ബാറ്ററി നമ്മൾ ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ നമുക്ക് OTG കേബിൾ ഉള്ളതുകൊണ്ട് തന്നെ, OTG എനേബിൾഡ് ആയതുകൊണ്ട് തന്നെ റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. OTG കേബിൾ കണക്ട് ചെയ്തുകൊണ്ട് മറ്റ് ഡിവൈസുകളിലേക്ക് ചാർജ് ചെയ്യുന്നതിനും ഈ ഒരു ഫോൺ വഴി നമുക്ക് സാധിക്കും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്കിതൊരു പവർ ബാങ്ക് പോലെയും യൂസ് ചെയ്യാം. Vivo Y20 വരുന്നത് AI ട്രിപ്പിൾ മാക്രോ ക്യാമറ സപ്പോർട്ടോട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ ലഭ്യമാണ് എന്നാണ് കമ്പനി പറയുന്നത്. ഫേസ് ബ്യൂട്ടി, അതേപോലെ പോർട്രേറ്റ്, ലൈറ്റ് എഫക്ട്സ്, സെൽഫി ഫിൽറ്റേഴ്സ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക്
ബൊക്കെ എഫക്ട്സിലൊക്കെ നല്ല ഇമേജസ് എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ വിവോയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബൊക്കെ അൽഗോരിതം കൂടി ചേരുമ്പോൾ ഇമേജ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടും. വിവോ Y20 അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ പേജ് നിങ്ങൾ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.